ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓണം സ്പെഷ്യൽ പഴം നുറുക്ക് റെഡിയാക്കാം. ഞാനിന്നത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു പഴം നുറുക്ക് പപ്പടത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇതിനായി ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഓവറായി പഴുത്തു പോകാത്ത പഴം നോക്കിയെടുക്കണം. ആദ്യം നമുക്കിത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 പഴവും ഇപ്പോൾ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഗീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഴം ഗീയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പഴം നുറുക്ക് ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. പഴത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇതുപോലെ ഗീ ഒഴിച്ച് കൊടുത്ത് ചെറുതായി പഴമൊന്ന് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ബോയിൽ ചെയ്തെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പോൾ എല്ലാം ഒന്ന് ചെറുതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഓവറായിട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 1/2 കപ്പ് ശർക്കര ഉരുക്കി വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് ശർക്കരപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്താൽ മതിയാവും. ഇനി ശർക്കരയെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് വറ്റി വരുമ്പോഴേക്കും പഴത്തിൽ നന്നായി തന്നെ മധുരം പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കായ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജീരകപ്പൊടിയോ ഏലക്കായ പൊടിച്ചത് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാവെല്ലാം വറ്റി മധുരം എല്ലാം പഴത്തിൽ നന്നായി തന്നെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലും കൂടി ഒന്ന് വറ്റി പഴത്തിൽ നന്നായി പിടിച്ചു വരണം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം കൂടി ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിക്കായി വരുന്നവരെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. തേങ്ങാപ്പാൽ പെട്ടെന്നൊന്ന് തിക്കായി കിട്ടാനായിട്ട് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി കിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ്സ് കൂടെ ഒന്ന് ബോയിലാക്കി എടുക്കുമ്പോഴേക്കും തന്നെ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ടാവും. ഇതൊന്ന് തിക്കായി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതൊന്നുകൂടെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും തേങ്ങാപ്പാലും ശർക്കരയും പഴവും എല്ലാം കൂടെ മിക്സായി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഓവറായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇപ്പോൾ നമ്മുടെ പഴംനുറുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പഴംനുറുക്ക് നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റും ആയിരിക്കും. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്